أعوذ بالله من الشيطان الرجيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം കുടുംബത്തോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുനിയവിയായ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാലും പാരത്രിക ലോകത്തെക്കുറിച്ച് ചിന്തിച്ചാലും നമ്മുടെ മനസ്സ് നൽകുന്ന ഒരു ഉത്തരം സമാധാനവും സ്വസ്ഥതയും സന്തോഷവും കൺകുളിർക്കെ ആസ്വദിക്കാൻ സ്വർഗം തന്നെ നമുക്ക് പരിഹാരമായിട്ടുള്ളൂ എന്നതാണ്. ദുനിയാവിൽ നമുക്ക് സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അതിന്റെ കൂടെ നേറുന്ന നിരവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. സന്തോഷം ദുഃഖത്തിന് വഴിമാറുന്നു, സ്വസ്ഥത അസ്വസ്ഥതയ്ക്കും ആരോഗ്യം രോഗത്തിനും ഒഴിവുകൾ തിരക്കിനുമെല്ലാം വഴിമാറുന്നു, ജീവിതം മരണത്തിന് വഴിമാറുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ അസ്വസ്ഥരാണ് പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ മനുഷ്യർ ഈ ലോകത്ത്. മരണാനന്തരം നോക്കുമ്പോഴാകട്ടെ ഒരു ഭാഗത്ത് കനത്ത ശിക്ഷയും കടുത്ത ചൂടും പടച്ചറബിന്റെ കോപത്തിന്റെ കേദാരമായ നരകവും, മറുഭാഗത്ത് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സ്വർഗവും. അപ്പോൾ സ്വസ്ഥ സമാധാനത്തോടെ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സൊല്യൂഷൻ, ഏക പരിഹാരം, അത് സ്വർഗം മാത്രം. സുഹൃത്തുക്കളെ, 2 കോടി രൂപ ആരെങ്കിലും കയ്യിൽ വെച്ച് തന്നാൽ അതിന്റെ വില നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മുടെ ജീവിതം അത് എവിടെയെങ്കിലും ഒടുങ്ങും മുമ്പ് സ്വർഗത്തിനുള്ള യോഗ്യതകൾ നമ്മൾ നേടിയെടുക്കണമെന്നത് എത്ര പറഞ്ഞാലും നമ്മുടെ ഉള്ളിലേക്ക് കയറുകയോ നമുക്കത് ബോധ്യപ്പെടുകയോ ചെയ്യില്ല. കാരണം സമയം എന്നത് ഇൻവിസിബിളാണ്. നമുക്കൊരിക്കലും കാണാനും കണക്കുകൂട്ടാനും ഇതുപോലെ കൗണ്ട് ചെയ്ത് പറയാനും സാധിക്കാത്ത ഒന്നാണ് സമയം. പക്ഷെ ഈമാനുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളകത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ചിന്തയാണ് സ്വർഗം നേടണമെന്നത്. അവരുടെ തിരിച്ചറിവാണ് ഈ ദുനിയാവിലുള്ള ജീവിതം അതുകൊണ്ട് ലഭിക്കാനുള്ളത് സ്വർഗമാണ് എന്നുള്ളത്. സുഹൃത്തുക്കളെ, സ്വർഗത്തിലേക്കുള്ള അല്പം നിധികളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നാലും സ്വർഗത്തിന്റെ താക്കോൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, യാതൊരു സംശയവുമില്ല. ആ വിശ്വാസത്തിൽ പടുത്തുയർത്തുന്ന കർമ്മ പദ്ധതികൾ മാത്രമേ സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ. നമ്മുടെ ഭൗതികമായ നിരവധി തിരക്കുകളിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരുപാട് ടെൻഷനുകളുമായി നമ്മൾ കഴിച്ചുകൂട്ടുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്റെ സ്വർഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരിക്കലും മറക്കാതെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ വിശ്വാസമാണ്, കളങ്കമില്ലാത്ത വിശ്വാസം. വബശ്ശിരില്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ തെളിയിക്കുന്ന തരത്തിൽ തങ്ങളുടെ ജീവിതം കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. അന്നലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിലാണ് അവർ. അവർക്ക് ഭക്ഷണങ്ങൾ, വിവിധങ്ങളായ പഴവർഗ്ഗങ്ങൾ നൽകപ്പെടുമ്പോൾ അവർ പറയും, ഇത് ഞങ്ങൾ കഴിച്ചതാണ്. അപ്പോൾ അവരോട് പരിചാരകന്മാർ പറയും, വഉതൂ ബിഹി മുതശാബിഹ, ഇത് നിങ്ങൾ നേരത്തെ കഴിച്ച പഴമല്ല, ഇത് മറ്റൊന്നാണ്, കഴിച്ചു നോക്കൂ. വലഹും ഫീഹ അസ്വാജും മുതഹ്ഹറ, അവർക്കവിടെ ശുദ്ധിയുള്ള വൃത്തിയുള്ള സൗന്ദര്യമുള്ള ഇണകളുണ്ട്. വഹും ഫീഹ ഖാലിദൂൻ, സന്തോഷത്തിന്റെ ആഡംബരത്തിന്റെ സുഖത്തിന്റെ ആനന്ദത്തിന്റെ ഉല്ലാസത്തിന്റെ സ്വർഗം അത് നിമിഷ നേരങ്ങൾക്ക് മാത്രമുള്ളതല്ല, 10-60 കൊല്ലത്തിനുള്ളതല്ല, അറ്റമില്ലാത്ത കാലം നിലനിൽക്കുന്ന ആഡംബര ജീവിതമാണ് സ്വർഗം. അവിടെ ജയിക്കുന്നവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനം നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നാം ചെയ്യുന്ന ഭൗതികമാകട്ടെ പാരത്രികമാകട്ടെ ദീനിയാകട്ടെ ദുനിയവിയാകട്ടെ നമ്മുടെ ഉദ്ദേശം പടച്ചോന്റെ പ്രീതിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിലേക്ക് ദീനീ വശങ്ങൾ ചിന്തിച്ചുകൊണ്ട് പടച്ചോന്റെ പ്രീതി നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ വേഷം ധരിക്കുന്നു, അത് പടച്ചിറബ് പറഞ്ഞ പോലെ ആവുമ്പോൾ ദീനാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് പടച്ചോൻ പറഞ്ഞതാ. ഉറങ്ങുന്നു, അത് പടച്ചോൻ പറഞ്ഞതാ. കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു, അതൊക്കെ പടച്ചോൻ പറഞ്ഞതാ. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ ഉലൈക ലഹും റിസ്ഖും മഅലൂം ഫവാകിഹു വഹും മുക്രമൂൻ
ഫീ ജന്നാത്തിൻ നഈം, സുഖാഡംബരത്തിന്റെ സ്വർഗ്ഗത്തിലാണ്. ആര്? ഇഖ്ലാസുള്ള എന്റെ ദാസന്മാർ. സുഹൃത്തുക്കളെ, എന്ത് ചെയ്യുമ്പോഴും പടച്ചവന്റെ പ്രീതി ആഗ്രഹിക്കുക. പടപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. ഓല് നമ്മൾ ചെയ്യുന്ന എഫേർട്ട് കണ്ടു എന്നും വരും, കണ്ടില്ല എന്നും വരും. ഇനി കണ്ടാൽ തന്നെ വേറെ എന്തെങ്കിലും കേട്ടാൽ അവരതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കാനും സാധ്യതയാണ്. നമ്മൾ എത്ര നിഷ്കളങ്കമായി സ്നേഹിച്ചാലും, എത്ര നിഷ്കളങ്കമായി ചെയ്താലും, എത്ര നിഷ്കളങ്കമായി സേവനമനുഷ്ഠിച്ചാലും അതിലെല്ലാം കളങ്കം കാണാൻ ആളുകളുണ്ടാകും. പക്ഷെ പടച്ചോൻ അങ്ങനെയല്ല. പടച്ചോൻ ഹൃദയത്തിലേക്ക് നോക്കി തക്കതായ പ്രതിഫലം നൽകുന്നവനാണ്. അതുകൊണ്ട് ഇഖ്ലാസ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വാസം ഉറപ്പിക്കുക, ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം നമ്മൾ ഇഖ്ലാസ് ഉറപ്പിക്കുക. പിന്നെന്താ? മനസ്സിനുണ്ടായിരിക്കേണ്ട ചില ഗുണഗണങ്ങളുണ്ട്. അത് നമ്മുടെ മനസ്സിനുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുക. ക്ഷമയും തവക്കുലും, അങ്ങേയറ്റം ക്ഷമിക്കുക. ആരാധനയുടെ രംഗത്തും തെറ്റുകൾ മാറ്റിവെക്കുന്ന രംഗത്തും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രോഗങ്ങളും മറ്റു വിഷമങ്ങളും ബാധിക്കുമ്പോഴും ഒക്കെ ക്ഷമിക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പടച്ചോനെ അവലംബിക്കുക. ഇതാണ് ക്ഷമയും തവക്കുലും. അള്ളാഹുവിന്റെ ഖുർആൻ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ ആളുകളുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് അവർ സ്വർഗത്തിന്റെ വിവിധങ്ങളായ തോട്ടങ്ങളിലും മുറികളിലും ആണ്, അതിന്റെ അനുഗ്രഹത്തിലാണ്. ആരാണവർ? അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ ക്ഷമിക്കുന്നവരാണ്, അവർ പടച്ചറബിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം സുഹൃത്തുക്കളെ, പടച്ചോനുമായിട്ട് വല്ലാത്തൊരു ഹൃദയബന്ധം ഉണ്ടാകുക. അല്ലെ, ഇണകളുമായിട്ട് വല്ലാത്തൊരു ബന്ധം. അതിൽ ചെറിയൊരു വിള്ളലോ ഗ്യാപ്പോ സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ്. നമ്മുടെ മക്കളിൽ നിന്ന് വല്ലതും ഉണ്ടാകുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമാണ്. എന്നാൽ നമ്മളും പടച്ചോനും നമ്മളുടെ ബന്ധം എന്താണ്? ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. പടച്ചോന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സാഷ്ടാംഗം പ്രണമിക്കുന്ന വിശ്വാസികൾ. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലെ, ഫുട്ബോളിന് ഉണർന്നു, യാത്രക്ക് ഉണർന്നു, കല്യാണത്തിന് ഉണർന്നു, ടൂറിന് ഉണർന്നു, മക്കളുടെ പരീക്ഷയ്ക്ക് ഉണർന്നു, മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ രാത്രി നേരം പുലരും മുമ്പ് തന്നെ നമ്മൾ നേരത്തെ അലാറം വെച്ചെണീറ്റു. ഇവിടെ വിശ്വാസികളെ കുറിച്ച് പറയാം. അല്ലാഹുവിലുള്ള പ്രതീക്ഷയും അവനിലുള്ള ഭയവും അവനിലുള്ള പ്രതീക്ഷയും കാരണം അവരുടെ പുറംഭാഗം അവരുടെ ബെഡിൽ നിന്നിങ്ങനെ തനിയെ ഉയർന്നു വരും. എന്തിനാണ്? പടച്ചറബിലുള്ള അങ്ങേറ്റത്തെ ഭയവും പ്രതീക്ഷയും അവനോടുള്ള ഹുബ്ബും കാരണത്താൽ എന്നാണ്. അത്തരം ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഒരാൾക്കും അറിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അതുകൊണ്ട് പടച്ചോനുമായുള്ള നല്ലൊരു ബന്ധവും ആ ഒരു കീഴൊതുക്കവും സുഹൃത്തുക്കളെ നമുക്ക് എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരല്ല, നമ്മൾ പുറത്തു പോകുന്ന ആൾക്കാരാണ്, നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ്, ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, പലയിടങ്ങളിലൂടെയും പലതരത്തിലും സഞ്ചരിക്കുന്നവരാണ്, പലരുമായി ബന്ധപ്പെടുന്നവരാണ്. അവിടെയൊക്കെ നമ്മളും നമ്മുടെ റബ്ബുമായുള്ള ബന്ധം അത് മുറിയാത്ത രീതിക്ക് കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റിയാൽ സുഹൃത്തുക്കളെ, അള്ളാഹ് നമുക്ക് ഒരുക്കി വെച്ച സ്വർഗം സന്തോഷത്തോടുകൂടെ നമുക്ക് നുകരാൻ സാധിക്കും. പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, അഞ്ചാമത്തെ കാര്യം ചാഞ്ചല്യമില്ലാത്ത ദീനിന്റെ കാര്യത്തിൽ ചാഞ്ചല്യം ഉണ്ടാകരുതെന്നുള്ള സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഈമാൻ കൂടുക, ഈമാൻ കുറയാൻ സ്വാഭാവികമാണ്. ഈമാൻ യസീദു വയൻഖുസ് തന്നെയാണ്. പക്ഷേ ദീനിൽ നമ്മൾ ഇസ്തിഖാമത്തോടുകൂടെ ഉറച്ചു നിൽക്കണം. ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ചില തേട്ടങ്ങൾ വരും. അങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്തോ, അത് കുടിച്ചോ, അത് കഴിച്ചോ, അങ്ങോട്ട് പോയിക്കോ എന്നൊക്കെ. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സ്വന്തത്തെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പതറിപ്പോകുന്നവർ പരാജയപ്പെട്ടു പോകും. അല്ലെ, ചിലപ്പോൾ മറ്റുള്ളവരുടെ സ്വാധീനം ഉണ്ടാവും. ഖുർആൻ പറയണം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചു, സുമ്മസ്തഖാമു, പിന്നീട് ആ വഴിയിൽ ഉറച്ചു നിന്നു, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഈമാനും തഖ്വയും ഇഖ്ലാസൊക്കെ അത് നിലനിൽക്കണം. നമ്മൾ മരിക്കുന്ന കാലം അത്രയും എവിടെ വീണ് മരിച്ചാലും, എങ്ങനെ നമ്മൾ മരിച്ചാലും ശരി, ഇസ്തിഖാമത്തോടുകൂടെ പടച്ച റബ്ബിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നവനായിട്ട് നമുക്ക് മരിക്കാൻ പറ്റണം. ആറാമത്തെ കാര്യം സുഹൃത്തുക്കളെ, പടച്ചോനെ പേടിക്കാന്നുള്ള. ശരിക്കും നമുക്ക് പടച്ചോനെ പേടിയുണ്ടോ ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ നല്ലോണമുണ്ട്. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് നേരിച്ച് കാണുന്നില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ രഹസ്യമായി തനിച്ചിരിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്ന ഘട്ടത്തിൽ നമുക്ക് പടച്ചവനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഭയം അത് പ്രകടമാകേണ്ടത്. അല്ലെ, മോളെ പാലിൽ വെള്ളം ചേർക്ക് എന്ന് പറഞ്ഞു പറ്റില്ല ഉമ്മ, അല്ലാഹ് അനുവദിക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ ആ രംഗത്ത് അവിടെയാണ് സുഹൃത്തുക്കൾ നമ്മുടെ ഭയം പ്രകടമാകേണ്ടത്. ആർക്കാ സ്വർഗം എന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. രാജ്യത്തിന്റെ നിയമത്തെ ഭയക്കുന്നവർ, അല്ലെ, വന്യമൃഗങ്ങളുടെ ഇതിനെ ഭയക്കുന്നവർ, കണ്ണുകൊണ്ട് കാണാത്ത വൈറസിനെ പോലും ഭയക്കുന്ന ആൾക്കാർ. സുഹൃത്തുക്കളെ, പടച്ചവൻ എത്രത്തോളം ഭയമുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബി, തന്റെ റബ്ബിന്റെ മഖാമിനെ ഭയക്കുന്നവർ ആരാണോ, ജന്നത്താൻ, അവർക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ
അള്ളാനെ റസൂലിനെ എതിർത്ത് ജീവിക്കുന്ന കുറെ ആൾക്കാർ, വെല്ലുവിളിക്കുന്ന ആൾക്കാർ, തോന്നിയാസം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ, അവരോട് ഇഷ്ടമില്ലാതിരിക്കാനുള്ളത്, അവരെ വെറുപ്പോടുകൂടെ കാണുക, അവർ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ വെറുക്കുക, അത് സ്വർഗം കിട്ടാനുള്ള ഒരു കാരണമാണ്. അല്ലെ, നമുക്ക് പല ബ്ലോഗർമാരെയും പല ആക്ടർമാരെയും പല നടീനടന്മാരെയൊക്കെയാണ് ഇഷ്ടം. അവരൊക്കെ ആരാണ്? അള്ളാഹുവിന്റെ വാക്കുകളെ, പ്രവാചകന്റെ വാക്കുകളെ കാറ്റിൽ പറത്തി ജനങ്ങളുടെ മുമ്പിൽ അതിനെ പരിഹസിച്ച് ചിത്രീകരിച്ച് കാണിക്കുന്ന ആൾക്കാരെയാണ് പലപ്പോഴും പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടം. ഞാൻ അവന്റെ ഫാനാണ് എന്ന് പറയും. സുഹൃത്തുക്കൾ, ഒരു വിശ്വാസി അള്ളാഹുവിനും റസൂലിനുമാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യത്തിലും വിശ്വസിക്കുന്ന ആളുകളെ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. യുവാദൂന മൻ ഹാദല്ലാഹു വറസൂലുഹു, അള്ളാഹുവും റസൂലുമായിട്ട് എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നിനക്ക് കാണാൻ സാധിക്കില്ല. അള്ളാഹു റസൂലുമായിട്ട് എതിരിടാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകളുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധം പാടില്ലെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്ത് അവസാനിപ്പിക്കുന്നത് അവർ അള്ളാഹുവിന്റെ ആളുകളാണ്, അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോടും റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം ഒഴിവാക്കുക എന്നത് സ്വർഗം നേടാനുള്ള മാർഗമാണ്. സൂറത്തു റഅദ്, സൂറത്തു അൽ മആരിജ്, സൂറത്തുൽ മുഅ്മിനൂൻ, ഈ 3 സൂറത്തും നമ്മൾ വായിക്കണം. സൂറത്തു മുഅ്മിനൂന്റെ ആദ്യത്തെ 10-11 ആയത്തുകൾ സ്വർഗം കിട്ടുന്ന മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. അവരുടെ നിസ്കാരം, അവരുടെ സാമ്പത്തിക രംഗം, അവരുടെ പൊതുരംഗം, അവരുടെ ലൈംഗിക വിശുദ്ധി, അവരുടെ അമാനത്തുകൾ, ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, അവർ അൽ ഫിർദൗസ്, സ്വർഗത്തിന്റെ ഏറ്റവും ടോപ്പ് അൽ ഫിർദൗസ് അനന്തരമെടുക്കുന്നവരാണ് അവർ എന്നാണ് സൂറത്ത് മുഅ്മിനൂൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് മആരിജിലും സ്വർഗം നേടുന്നവരുടെ പ്രത്യേകതകൾ ഒരു സെറ്റ് ഓഫ് ആയത്തുകൾ വെച്ചിട്ട് പടച്ചറബ് പറയുന്നുണ്ട്. ആ ക്വാളിറ്റീസ് ഒക്കെ നമ്മിൽ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ, 9ാമത്തെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായ ഒരു ആട്ടിടയൻ, അയാൾ വിജനമായ സ്ഥലത്തുകൂടെ തന്റെ ആടുകളെ മേയിച്ച് നടക്കാൻ, പക്ഷെ ബാങ്കിന്റെ സമയമായാൽ അയാൾ ബാങ്ക് വിളിക്കുന്നു, അയാൾ നമസ്കാരം നിർവഹിക്കുന്നു, അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് ഗഫർതു ലി അബ്ദി വ അദ്ഖൽതുഹുൽ ജന്ന. ഏത് തുരുത്തിലൂടെ പോയാലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കണിശത പാലിക്കുന്ന ആളെ അള്ളാഹ് അവന്റെ പാപം പുറത്തു കൊടുത്ത് സ്വർഗം കൊടുക്കുന്നു. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. അസ്റും ഫജ്റും, ഇന്ന് സുബഹിന്റെ ജമാഅത്തിന് എത്ര ആള് പള്ളിയിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് കൈവക്കാൻ പറ്റും? നമുക്ക് ന്യായങ്ങൾ ഉണ്ടാകാം, പക്ഷെ സ്വർഗത്തിന് വേണ്ടി പടച്ച റബ്ബ് തന്ന ജീവിതത്തിൽ ഈ ഫജ്ർ നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? അല്ലേ? ഒരു 4 ദിവസം നമ്മുടെ കടമൾ അടച്ചിടുക ഇല്ലല്ലോ. കാരണം നമുക്കറിയാം 4 ദിവസം കട അടച്ചിട്ട് എന്താ പ്രശ്നം. എന്നാൽ എത്ര ദിവസത്തെ നിസ്കാരമാണ് നമുക്ക് പാഴായി പോയത്? അതിന്റെ പ്രശ്നം നമ്മൾ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അതിന്റെ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും നിർബന്ധിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. സ്വർഗം കിട്ടണോ? നിസ്കരിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? എന്റെ തിരക്ക് പിടിച്ച ജോലിക്കിടയിലും വാഹനം സൈഡാക്കി ജമാഅത്തിന് കയറുന്ന ഒരാളെ അർശിൽ നിന്ന് പടച്ചറബ് കാണും. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ വിളിക്ക് അയാൾ ഉത്തരം കൊടുക്കാൻ കാണിക്കുന്ന താല്പര്യം പടച്ചറബ് കാണുമ്പോ പിന്നെ അയാളെ പടച്ചും കൈവടിയോ? കല്യാണത്തിന്റെ ദിവസം നിക്കാഹ് കഴിഞ്ഞിട്ട് ആൾക്കാർ പുയ്യാപ്പണം തരികയാണ്, കാണാനില്ല. എന്താ പറയുക, സമയം 12:45 ആള് പള്ളിയിൽ പോയില്ല. ഇതൊക്കെ പോസിബിൾ ആണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത് പോലെ സ്വർഗം എന്റെ ആവശ്യമാണ്, അത്യാവശ്യമാണെന്ന് വന്നു കഴിഞ്ഞാല് വേറെ നോക്കാനൊന്നും ആരും നിൽക്കൂല. അവനവന്റെ ദീൻ ഉറപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഹദീസിൽ 6 കാര്യങ്ങളുണ്ട്. 6 കാര്യങ്ങൾ. നിങ്ങൾ 6 കാര്യം എനിക്ക് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. സംസാരിക്കുകയാണെങ്കിൽ സത്യം മാത്രമേ പറയൂ. എന്ത് വന്നാലും സത്യം മാത്രം പറയാം. അത് ബിസിനസ് ആണെങ്കിലും പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും എന്താണെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണെങ്കിലും എന്തിലും സത്യം മാത്രം പറയാം. നിങ്ങൾ വല്ല കരാറിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കരാറ് വൃത്തിയായിട്ട് പൂർത്തിയാക്കുക. വെറുതെ അഗ്രിമെന്റ് ഒക്കെ എഴുതുന്നു, എന്നിട്ട് തോന്നിമാരി കൈകാര്യം ചെയ്യാം. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. വല്ല കരാറിലും ഏർപ്പെട്ടാൽ അത് മാന്യമായി കൈകാര്യം ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ, വല്ല അമാനത്തും നിങ്ങൾ ഏൽപ്പിച്ചാൽ ആ അമാനത്ത് വൃത്തിയായി നിർവഹിക്കുക. വഹ്ഫദൂ ഫുറൂജക്കും, നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. വഗദ്ദൂ അബ്സാറക്കും, നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ താഴ്ത്തുക, അനാവശ്യമായ കാഴ്ചകളിൽ നിന്ന് കണ്ണിനെ താഴ്ത്തുക. വകുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകളെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ തടുക്കുക. ഈ 6 കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ, സ്വർഗം നൽകാമെന്ന് ഞാനിതാ വാക്ക് നൽകുന്നു എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇസ്ലാമിലെ ആരാധനകൾ, നോമ്പ് സ്വർഗത്തിനുള്ളതാണ്. ഹജ്ജും ഉംറയും, അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തു ലിമാ ബൈനഹുമാ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അടുത്ത വർഷത്തേക്ക് ഹജ്ജിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ
ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഹജ്ജുൻ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. കൃത്യമായി ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വന്നാൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ലേബർ റൂമിൽ നിന്ന് ഉമ്മയുടെ കൈകളിലേക്ക് കൊടുത്ത ആ വിശുദ്ധനായ ആ തെളിഞ്ഞ കുഞ്ഞായിട്ട് സുഹൃത്തുക്കളെ മരിച്ചു പോകാൻ പറ്റും ഹജ്ജ് നിർവഹിച്ചാൽ. പടച്ചറബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള വഴി തുറന്നു നൽകുമാറാവട്ടെ. ഹജ്ജും ഉംറയും സ്വർഗത്തിനുള്ള വഴിയാണ്. ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ 40 ഖബ്ല അദ്ദുഹർ وركعتين بعدها وركعتين بعد المغرب وركعتين بعد العشاء وركعتين قبل الفجر 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ സ്വർഗ്ഗമാണ്. من ثابر على 12 ركعة في يوم وليلة دخلت الجنة. ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു 12 റക്അത്ത് ഫർദിന് പുറമെ 12 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗമാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുദൂഇന് ശേഷം മൻ തവല്ല ഫഅഹ്സനൽ വുദൂ, ആരെങ്കിലും വുദൂ എടുത്ത് വുദൂ നന്നാക്കി സുമ്മ സല്ല റക്അതൈനി, പിന്നീട് അയാൾ 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചു, യുഖ്ബിലു അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി വജബത് ലഹുൽ ജന്ന എന്ന തന്റെ മുഖം കൊണ്ടും അതുപോലെ തന്നെ കൽബ് കൊണ്ടും 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ മുഖം റബ്ബിലേക്ക് കീഴൊതുക്കി കൽബിനെ പടച്ച റബ്ബിലേക്ക് ഖുശൂഓടുകൂടെ സമർപ്പിച്ച് വുദൂഇന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗ്ഗമാണ് സുഹൃത്തുക്കളെ. അതാ ബിലാൽ വന്നപ്പോ ചോദിച്ചത്, ബിലാലെ കാലടി ശബ്ദം സ്വർഗ്ഗത്തിൽ കേൾക്കുന്നല്ലോ, എന്താ ചെയ്യണോ? ഏത് സീസണിലും ഞാൻ വുദൂ എടുത്ത 2 റക്അത്ത് നിസ്കരിക്കും പറഞ്ഞു. ചെറിയ ചെറിയ കർമ്മങ്ങളാണ് സ്വർഗ്ഗം നേടാനുള്ള വഴികളാണ്. മാതാപിതാക്കൾ നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. പിതാവ് ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യകവാടമാണ് നമ്മുടെ പിതാവ് എന്ന് പറയുന്നത്. യുദ്ധത്തിന് തയ്യാറായി വന്നയാളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹയ്യ ഉമ്മുക്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അഹയ്യത്ത് ഉമ്മുക് ഖുൽതു നഅം, അദ്ദേഹം പറഞ്ഞു അതെ ഉണ്ട്. ഇർജിഅ ഫബർറഹാ, നീ മടങ്ങ്, നിന്റെ ഉമ്മക്ക് സേവനം ചെയ്യുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരാളോട് ചോദിച്ചു, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് പറഞ്ഞപ്പോ ഇർജിഅ ഫഫീഹിമാ ഫജാഹിദ്, നീ അവിടെ പോയിട്ട് ജിഹാദിൽ ഏർപ്പെടുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗം കിട്ടാനുള്ള ഇടമാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഉമ്മയും ബാപ്പയും. സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് അനുസരിച്ച് അവരെ വിഷമിപ്പിക്കാതെ, അവരെ കണ്ണീരിലാഴ്ത്താതെ, അവരെ ഇടങ്ങേറാക്കാതെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മകൻ, ഒരു മകൾ, അവൾക്ക് സ്വർഗമുണ്ട്. 18 കൊല്ലം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാർ, അവരുടെ പിതാവ് കിഡ്നി പേഷ്യന്റ് 18 കൊല്ലം പൊന്നുപോലെ പോറ്റി ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. പൂർണ്ണ ചാരിതാർത്ഥ്യത്തോടുകൂടെയാണ് അവർ കണ്ണു നിറക്കുന്നത്. എന്തേ? 18 കൊല്ലം മടുക്കാതെ, ഒന്ന് എതിർത്തു പറയാതെ, ഒരുപാട് ഉറക്കമൊഴിച്ച് ക്ലേശം സഹിച്ച് പൊന്നു പിതാവിനെ ജീവനോളം സ്നേഹിച്ചു പരിചരിച്ചു കൊണ്ട് നടന്നു. അല്ലെ, ഒന്ന് അസുഖമായി കുറച്ച് ദിവസമാകുമ്പോൾ തന്നെ ആൾക്കാർ പെറുപിറുക്കാൻ തുടങ്ങും. എത്ര കാലാപ്പത് എന്നൊക്കെ പറയും. 18 കൊല്ലം ആഴ്ച തോറും 3 തവണ ഡയാലിസിസും മാസത്തിൽ 4-5 തവണ അഡ്മിറ്റും ഒക്കെ അനുഭവിച്ചിട്ടവര് കൊണ്ടു നടന്ന അത്രയും കാലമാണ്. അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, മാതാപിതാക്കൾ നമ്മുടെ സ്വർഗത്തിനുള്ള മാർഗമാണ്. ഈ മാതാവിനെയും പിതാവിനെയും നോക്കാൻ കഴിയാതെ നമ്മൾ തിരക്കും പിടിച്ച് നമ്മുടെ ദുനിയാവിന് വേണ്ടി പാഞ്ഞിട്ട് എന്ത് കാര്യം? ഈ ദുനിയാവ് വിട്ടെറിഞ്ഞ് നമ്മൾ പോവും. മനസ്സിലായില്ലേ? മാതാപിതാക്കൾക്ക് വേണ്ടി ദുനിയാവ് വിട്ടെറിഞ്ഞ് അവരെ പരിചരിക്കാൻ നമുക്ക് പറ്റിയാൽ സ്വർഗം കിട്ടും. മറ്റൊരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ശുസ് സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക, പരമാവധി സലാമിനെ വ്യാപിപ്പിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക. മനസ്സിലായി? ആരെ ബില്ല് കൊടുക്കുക? ഞാൻ കൊടുത്തോളാം. സ്റ്റാറ്റസ് സിംബൽ അല്ല. ഭക്ഷിപ്പിക്കുക എന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എണീറ്റ് നിസ്കരിക്കുക. സുഖം അല്ല ഒന്നാനാകാശത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ, ലോകം മൊത്തം ശാന്തമായി ഉറങ്ങുമ്പോൾ ഉദു എടുത്തിട്ട് നെഞ്ചത്ത് കൈകെട്ടി വെച്ച് പടച്ചോനോട് സംസാരിക്കുന്ന ആളെ വല്ലതും ചോദിച്ചാൽ അല്ല കൊടുക്കും, വല്ലതും രക്ഷ തേടിയാൽ അല്ല അവൻ രക്ഷ കൊടുക്കും, അവൻ പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ല ഉത്തരം കൊടുക്കും, അവന്റെ പാപങ്ങളല്ല പുറത്തു കൊടുക്കും. രാത്രി നിസ്കാരം, അല്ലെ, സലാം വ്യാപിപ്പിക്കൽ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വെച്ചിട്ട് നബി 4 ചോദ്യം ചോദിച്ചു. മൻ അസ്ബഹ മിൻകും അൽ യൗമ സ്വായിമ, ആർക്കാണ് ഇന്ന് നോമ്പുള്ളത്? നമുക്ക് ഇന്ന് അല്ലെ നോമ്പുള്ള ആൾക്കാരുണ്ട്. ഫമൻ തബിഅ മിൻകും അൽ യൗമ ജനാസ, ഇന്നൊരു മരണ വീട്ടിനെ സന്ദർശിച്ചവരാരുണ്ട്? ഫമൻ അതഅമ മിൻകും അൽ യൗമ മിസ്കീന, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവൻ ആരുണ്ട്? ഫമൻ ആദ മിൻകും അൽ യൗമ മരീദ, ഒരു രോഗിയെ സന്ദർശിച്ച ആൾ ആരുണ്ട്? 4 ചോദ്യത്തിന് അബൂബക്കർ റളിയല്ലാഹു ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മജ്തമഅന ഫീ ഇംറിഹിൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ 4 കാര്യങ്ങൾ ഒരാളെ സംഗമിച്ചാൽ അയാൾ സ്വർഗ്ഗത്തു. പണ്ടൊക്കെ ഒരു മരണം കേട്ടപ്പോ ആഞ്ഞെത്തുവരുന്നു. ഇന്നിപ്പോ വാട്സപ്പിൽ മെസ്സേജ് വരുന്നതൊക്കെ ഇന്നാലിന്റെ സ്റ്റിക്കർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ബാധ്യത തീർന്നു എന്നുള്ളതാണ്. അല്ലെ, നമ്മളെ കുടുംബവും നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രം പോവുക
അല്ലെ, ആ ബന്ധം തന്നെ അടുത്തതാണ് ഈ മാത്രം പോവുക എന്ന അവസ്ഥയിലേക്ക് മാറി. സുഹൃത്തുക്കളെ, പരമാവധി പോവുക. എത്ര റുപ്യ ചെലവാക്കില്ല, ഒരു 1500 റുപ്യക്ക് എണ്ണടിച്ചിട്ട് മയ്യത്ത് കാണാൻ പോയി, നിസ്കരിച്ച് ജനാസ കബറടക്കി തിരിച്ചു പോകുന്ന നഷ്ടല്ല. ജബലൈനി അദീമൈൻ എന്ന് പറഞ്ഞു. ജബലൈനി അദീമൈൻ, 2 വമ്പൻ മലകൾക്ക് സമാനമായ പുണ്യം. 1500 റുപ്യക്ക് കിട്ടുമെങ്കിൽ പിന്നെ 1500 റുപ്യ കൊടുത്തുകൂടെ? 1500 റുപ്യ എന്തൊക്കെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒഴിവാക്കി ചെലവാക്കിയിട്ടുണ്ട്. പൈസയല്ല സുഹൃത്തുക്കളെ, സമയമല്ല, പുണ്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഓരോ മരണം, കഴിഞ്ഞ ദിവസം ഞാനൊരു മരണം വിട്ടു പോയപ്പോഴേ ളുഹർ നിസ്കാരത്തിന് ശേഷമാണ് മയ്യത്ത് നിസ്കാരം. ളുഹറിന്റെ സമയത്ത് ആ മയ്യത്ത് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നിസ്കാരമില്ല സഹോദരന്മാരെ, മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ ജീവിച്ച ഒരു മനുഷ്യന്റെ മയ്യത്ത് അവിടെ മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാ ജമാഅത്തും പള്ളിയിൽ നടക്കുമ്പോ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യൻ ആ ളുഹർ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ അവിടെ കിടക്കുകയാണ്. ഓരോ മരണത്തിലും നമുക്ക് ഒരുപാട് പാഠങ്ങളാണ്. നമ്മളിങ്ങനെ കെട്ടിമറിഞ്ഞ് പായണിന്റെ ഇടയ്ക്ക് കുറച്ചൊരു മരണ വീട്ടിലേക്ക് ഒന്ന് പോയി കുറച്ച് മയ്യത്ത് നിസ്കാരത്തിനൊക്കെ പോകുമ്പോ ഞമ്മക്കും തോന്നും ഇത്രയ്ക്കന്നെ ഉള്ളൂ. ഈ മനുഷ്യനെ തൂക്കി കബർക്കിനെ ഇറക്കുമ്പോ നമ്മുടെ മനസ്സും പറയും, അടുത്ത ദിവസത്തെ മയ്യത്ത് ഞാനാണെങ്കിൽ എന്റെ കയ്യിൽ എന്താണെന്നുള്ള ചോദിക്കും. മനസ്സിലായി? ഈ മാളിലുണ്ടല്ലേ നമ്മൾ ജുമാന്റെ പള്ളി വന്നിരിക്കണേ, നമ്മുടെ മനസ്സ് ചോദിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ജനാസയെ അനുഗമിക്കുക, രോഗിയെ സന്ദർശിക്കുക, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, നോമ്പ് നോൽക്കുക, ഇതൊക്കെ സ്വർഗം കിട്ടാനുള്ള മാർഗമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ധാരാളം മാർഗങ്ങളുണ്ട്. ഇതെല്ലാം പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വർഗത്തെക്കുറിച്ച് എവിടെ പറയുമ്പോഴും അവിടെ ഖുർആൻ പ്രയോഗിച്ചത് തഖ്വയുള്ളവർക്കാണ് സ്വർഗം. ജീവിതത്തിൽ എല്ലാ രംഗത്തും പടച്ചോനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുന്നുണ്ടോന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. നബിയോട് ചോദിക്കപ്പെട്ടു, നബിയെ, ആരാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം, അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ പോകാൻ കാരണം? റസൂൽ പറഞ്ഞു, തഖ്വല്ലാഹ്, അള്ളാഹനെ സൂക്ഷിച്ചതുകൊണ്ടാണ്. വഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവവും കൊണ്ടാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതോടൊപ്പം തന്നെ സൽസ്വഭാവമുള്ള നല്ലൊരു പെരുമാറ്റം കാഴ്ചവെക്കുന്ന മനുഷ്യനാവുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസ് സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണ്. ആരെങ്കിലും താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയെല്ലുകൾക്കിടയിലുള്ള ലൈംഗികാവയവത്തെയും കാത്തു സൂക്ഷിക്കാമെന്ന് എനിക്ക് വാക്ക് നൽകിയാൽ അവന് ഞാൻ സ്വർഗം തരാമെന്നാണ്. അതുകൊണ്ട് നാവ് ഉച്ചരിക്കുമ്പോൾ, നാവ് ചലിപ്പിക്കുമ്പോൾ നന്മയ്ക്ക് വേണ്ടിയോ ഈബത്തും നമീമത്തും കളവും അനാവശ്യവും തോന്നിയാസവും പറയാതിരിക്കുക, നല്ലത് മാത്രം പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ലൈംഗികാവയവത്തെ നമ്മൾ പടച്ചറബ് പറഞ്ഞതുപോലെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിച്ചാൽ അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമെന്നാണ്. മറ്റൊരു ഹദീസിൽ സ്ത്രീകൾക്കുള്ള ഓഫറാണ്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം കൃത്യമായി അവൾ നമസ്കരിക്കുന്നു. വസ്വാമത്ത് ശഹറഹ, റമദാനിൽ അവർ നോമ്പ് നോൽക്കുന്നു. വഹഫിളത് ഫർജഹ, അവരുടെ ലൈംഗികാവയവത്തെ അവൾ സംരക്ഷിക്കുന്നു. വഅതാഅത് സൗജഹ, തന്റെ ഇണയെ, തന്റെ ഭർത്താവിനെ അവൾ അനുസരിക്കുന്നു. ഖീല ലഹാ, അവളോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി, നിനക്കിഷ്ടമുള്ള ഡോർ കൂടെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോ എന്ന് അള്ളാഹു അവരോട് പറയുന്ന. അപ്പൊ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് ഒരിക്കലും അടിമവേലയല്ല, മറിച്ച് തന്റെ ഭർത്താവ് തന്റെ എല്ലാ സംരക്ഷണങ്ങളും ഏറ്റെടുത്ത് തന്നെ പൊന്നുപോലെ നോക്കുമ്പോൾ അയാൾക്ക് പകരം കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ അനുസരണം എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു അനീതിയോ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റമോ അല്ലെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു പെണ്ണിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവിനെ നോക്കുന്നത്? അവർ പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കുന്ന വിധേനയെല്ലാം ഞാൻ അയാളെ പരിചരിക്കുന്നു, സേവനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ചിലപ്പോഴൊക്കെ ഞാൻ അശക്തരാകാറുണ്ട് എന്ന് അവർ പറയുകയുമുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അയാളോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറാ, കാരണം ഫഇന്നഹു ജന്നതുകി വനാറുകി, അയാൾ നിന്റെ സ്വർഗമാണ്, അയാൾ നിന്റെ നരകമാണ്. നല്ല നിലക്കാണെങ്കിൽ അയാളിലൂടെ സ്വർഗം കിട്ടും, മോശം നിലക്കാണെങ്കിൽ അയാളിലൂടെ നരകം കിട്ടുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഭർത്താക്കന്മാരോടുള്ള കടപ്പാടുകൾ, ഇണകളോടുള്ള കടപ്പാടുകൾ, ഇതെല്ലാം വൃത്തിക്ക് പാലിക്കാനുള്ള സുഹൃത്തുക്കൾ വളരെ പുണ്യമുള്ള കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മരക്കൊമ്പ് കാരണം ഒരാൾ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. എന്തേ? വഴിയിലേക്ക് ആളുകൾക്ക് ഉപദ്രവമായി നിന്നിരുന്ന ഒരു മരക്കൊമ്പ് അയാൾ വെട്ടിമാറ്റി. അയാളോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്ന് അയാളോട് പറയപ്പെടുമെന്നാണ്. വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കിക്കൊടുക്കുക, വെള്ളക്കെട്ടുകൾ തുറന്നു കൊടുക്കുക, അതൊന്നും നമ്മളൊരു വൈറലാകാൻ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ പുണ്യം ആഗ്രഹിച്ചു.
വൻപാവിയായ ഒരു മനുഷ്യൻ, മിണ്ടാപ്രാണിയായ ഒരു ജീവിക്ക് വെള്ളം കൊടുത്തതിന്റെ പേര് വരെ സ്വർഗത്തിൽ പ്രവേശിച്ചു. നമുക്ക് ചുറ്റും ജീവിക്കുന്ന മിണ്ടാപ്രാണികളോട് കാരുണ്യത്തോടെ വർത്തിക്കുക എന്നതുപോലും സ്വർഗം കിട്ടാനുള്ള വഴിയാണ്. മുഅ്മിനായ നമ്മുടെ അയൽവാസികൾ നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷത്തിലായിരിക്കണം. നമ്മൾ അവരെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയുമാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണിന്റെ കാര്യം, അവൾ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, സദഖ കൊടുക്കും, പക്ഷേ നാവ് കൊണ്ട് അയൽവാസി ഉപദ്രവിക്കും, അവൾക്ക് സ്വർഗമില്ലെന്ന് റസൂൽ പറഞ്ഞു. എന്നാൽ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും വലിയ ത്യാഗങ്ങളൊന്നും ചെയ്യണില്ലെങ്കിലും അയൽവാസിയോട് മാന്യമായി പെരുമാറുന്നുവെങ്കിൽ അയാൾ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ അയൽപ്പക്കക്കാരോട്, നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറും. ഈ സദസ്സിലേക്ക് കയറി വരുന്ന ആൾ സ്വർഗക്കാരനാണ്. 3 തവണ പറഞ്ഞപ്പോഴും വന്നത് ഒരാളാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് അന്വേഷിച്ചിറങ്ങി ഒരാൾ. 3 ദിവസം കൂടെ താമസിച്ചിട്ട് ഒന്നും സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കാണില്ല. അവസാനം ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കാരോടും ഒരു തരത്തിലുമുള്ള ഈർഷ്യതയോ പകയോ വിദ്വേഷമോ ഉണ്ടാകാറില്ല എന്ന്. ഒരാളോടും ഒരു പകയും വിദ്വേഷവും ഇല്ലാത്ത, അസൂയയില്ലാത്ത, കുശുമ്പില്ലാത്ത തെളിഞ്ഞ ഹൃദയത്തോടെ ഉറങ്ങാൻ പറ്റിയാൽ സ്വർഗത്തിനുള്ള വഴിയാണ്. നമുക്കെല്ലാം കിട്ടണം എന്നുള്ളതല്ല, നമുക്ക് കിട്ടിയത് മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വർഗം കിട്ടാനുള്ള വഴിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നത്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ത്യാഗം അനുഭവിക്കുന്നത് സ്വർഗത്തിനുള്ള വഴിയാണ്. ബലഹീനരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ കൂടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ് സ്വർഗത്തിൽ. എന്റെ ചാരത്തുണ്ടാകും യതീമിനെ സംരക്ഷിക്കുന്നവർ. പണ്ടൊക്കെ യതീം ഖാനാന്റെ പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. ഇന്ന് യതീമുകൾ പലരാലും സംരക്ഷിക്കപ്പെടുന്നതുകൊണ്ട് നമ്മുടെ സഹായം അവരിലേക്ക് എത്തുന്നുണ്ടോ, നമ്മുടെ സംരക്ഷണം അവരിലേക്ക് എത്തുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതാണ്. യതീം മക്കളെയും വിധവകളെയും ഒക്കെ പരിചരിക്കാൻ സുഹൃത്തുക്കൾ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സ്വർഗം കിട്ടാനുള്ള മാർഗമാണ്. അല്ലെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു പെണ്ണ് വന്നു. അവിടെ കൂടെ 2 പെൺമക്കളുണ്ടായിരുന്നു. ആയിഷ ബീവിയോട് ഭക്ഷണം ചോദിച്ചപ്പോൾ 3 ഈത്തപ്പഴം കൊടുത്തു. ആ ഈത്തപ്പഴം 2 കുട്ടികൾക്കും 1 ഉമ്മയും. അല്ലെ, അവരുടെ ഈത്തപ്പഴം കുട്ടികൾ കഴിച്ച് ഉമ്മയുടെ ഈത്തപ്പഴം വായിലേക്ക് വെക്കാൻ നിന്നപ്പോ കുട്ടികൾ അത് നോക്കിയിട്ട് അത് തരുമോ എന്ന് ചോദിച്ചു. ആ പെണ്ണ് വായിലേക്ക് വെക്കാൻ നിന്ന ഈത്തപ്പഴത്തെ 2ആയി ചീന്തിയിട്ട് 2 മക്കൾക്ക് കൊടുത്തു. മനസ്സിലായി? ഈ വിവരം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെൺമക്കൾ മുഖേന ആ പെണ്ണിനെ സ്വർഗം നിർബന്ധമാക്കുകയും അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, സ്വർഗത്തിന് വേണ്ട സൽക്കർമ്മങ്ങൾ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, അവധാനതയോടെ, യാതൊരു വീഴ്ചയുമില്ലാതെ സുഹൃത്തുക്കൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മിലുണ്ടാകുന്ന ഏത് കുറവുകളും അത് സ്വർഗത്തിന് വേണ്ടി നമ്മൾ ക്ഷമിക്കുക. ആർക്കെങ്കിലും കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർക്ക് പകരമായി അല്ലാഹു സ്വർഗം നൽകുമെന്നാണ്. മറ്റുള്ളവർ യാചിക്കാതിരുന്നാൽ സ്വർഗം നൽകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. സ്നേഹിതന്മാരെ സന്ദർശിച്ചാൽ അവർക്ക് സ്വർഗമാണ്. സമ്പത്തിനെയും ശരീരത്തെയും സംരക്ഷിക്കാൻ വേണ്ടി ത്യാഗം സഹിച്ചാൽ അവർക്ക് സ്വർഗമാണ്. രോഗിയെ സന്ദർശിച്ചാൽ ഓരോ പോക്കിനും മടക്കത്തിനുമൊക്കെ അയാൾക്ക് സ്വർഗത്തിൽ സൽക്കാരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്ത് മരിക്കുമ്പോൾ സൽക്കർമ്മത്തിലായിരിക്കെ മരിക്കാൻ നമുക്ക് സാധിച്ചാൽ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിച്ച സ്വർഗത്തിലാണ്. മൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലായിരിക്കെ മരിച്ചാൽ, ഒരാൾ നോമ്പിലായിരിക്കെ മരിച്ചാൽ, ഒരാൾ സദഖ നിർവഹിച്ചുകൊണ്ടിരിക്കെ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ സൽക്കർമ്മങ്ങളിലായിരിക്കെ മരിക്കാനും ദുഷ്കർമ്മങ്ങളെല്ലാം മായ്ക്കപ്പെട്ട് പൊറുക്കപ്പെട്ടിരിക്കെ മരിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിച്ചാൽ സ്വർഗമാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നാം അനുഭവിക്കുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക, കുടുംബ, സാമൂഹിക പ്രശ്നങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും അള്ളാഹു തടുക്കുമാറാവട്ടെ. ഈമാനോടുകൂടെ, പ്രതിഫലേച്ഛയോടുകൂടെ, പരലോക ചിന്തയോടുകൂടെ മരണം വരെ കഴിച്ചുകൂട്ടാനുള്ള അവസരവും ആവതും തൗഫീഖും അങ്ങനെയുള്ള സാഹചര്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിയായും ജീവിക്കുന്ന ഒരു കുടുംബമാക്കി അള്ളാഹു നമ്മുടെ കുടുംബത്തെ മാറ്റുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും കൺകുളിർമയും ഏറ്റി നൽകുമാറാവട്ടെ. അവർക്ക് ദുനിയവിയായിട്ടും ഉഖ്റവിയായിട്ടും അള്ളാഹു നല്ല വിജയം നൽകുമാറാവട്ടെ. അള്ളാഹു നാം ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മെ തൊട്ട് അകറ്റുമാറാവട്ടെ. മാറാരോഗങ്ങളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ജീവിക്കുന്ന ഈ രാജ്യം, ഇതിന്റെ സമാധാനവും സ്വതന്ത്രവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാവട്ടെ. എല്ലാ രംഗത്തും കാവ്യവൽക്കരണത്തിന് വേണ്ടി ബോധപൂർവമായി ശ്രമിക്കുമ്പോൾ അള്ളാഹു ആ തന്ത്രങ്ങളെയെല്ലാം പരാജയപ്പെടുത്തി രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കാവലാളുകൾക്ക് ഇതിന്റെ അധികാരം പടച്ച